പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായിട്ട് നമ്മുടെ ഇടയിലേക്ക് സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്ന ദൈവപുത്രനായ യേശുവിനെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. നമ്മുടെ വേദനകൾ ഏറ്റെടുക്കുവാൻ, നമ്മുടെ മുറിവുകൾ ഏറ്റെടുക്കുവാൻ ഈ ലോകത്തിൽ മറ്റാരേക്കാളും നമ്മളെ മനസ്സിലാക്കുന്ന ദൈവമാണ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ മധ്യയെ എഴുന്നള്ളിയിരിക്കുന്നത്. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും മാത്രം അറിയുന്ന ദൈവം, നമ്മൾ എത്രമാത്രം അവനിൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോയാലും അർഹിക്കാത്ത സ്നേഹവും ക്ഷമയും നമുക്കെന്നും നൽകുന്ന ഈ പൊന്നു തമ്പുരാനെ നമുക്ക് ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ ആയിട്ട് വലിയ നോമ്പ് കാലത്തേക്ക് കടന്നു വരികയാണ്. കുരിശുവര തിരുനാളിനോട് അനുബന്ധിച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഈ വലിയ നോമ്പുകാലം. ഈസ്റ്റർ വരെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഈശോയുമായിട്ടും മറ്റു വ്യക്തികളുമായിട്ടും നമ്മുടെ തന്നെ ജീവിതത്തിൽ മാറ്റപ്പെടേണ്ട ചില അവസ്ഥകളൊക്കെ ഉണ്ടാവാം. അതൊക്കെയായിട്ട് വലിയ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുന്ന ദിനങ്ങളാണ് വലിയ നോമ്പുകാലം. ഈ നോമ്പുകാലം ഒരാഘോഷ അനുഷ്ഠാന ദിനങ്ങളാക്കി മാറ്റുന്നതിലുപരി അതൊരു ആന്തരിക നവീകരണത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, മാറ്റത്തിൻ്റെ ആ വലിയ ദൈവിക അഭിഷേകത്തിൻ്റെ ദിവസങ്ങൾ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിൽ കിടന്ന് പിടഞ്ഞ് വേദനകൾ അനുഭവിച്ച് മരിച്ച ആ നിമിഷങ്ങളിൽ കർത്താവ് പീഡകൾ ഏറ്റെടുത്തപ്പോൾ അവസാനമായിട്ട് അവൻ പറഞ്ഞ 7 തിരുമൊഴികളുണ്ട്. അവയിൽ ആദ്യത്തെ തിരുമൊഴിയെപ്പറ്റി പ്രിയമുള്ളവരെ നമുക്ക് ധ്യാനിക്കാം. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകിയ കരുണയുടെ, സ്നേഹത്തിൻ്റെ പ്രചോദനങ്ങളും പ്രബോധനങ്ങളുമാണ് ഈ 7 തിരുമൊഴികൾ. ഇന്ന് ആ 7 തിരുമൊഴികളിൽ ഒന്നിനെപ്പറ്റി നമുക്ക് പ്രത്യേകമായിട്ട് ധ്യാനിക്കാം. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വചനത്തിൽ നാം കാണുന്നുണ്ട്, തന്നെ പീഡിപ്പിച്ചവരോട്, തന്നെ തള്ളിപ്പറഞ്ഞവരോട്, തന്നെ ഒറ്റപ്പെടുത്തിയവരോട്, തന്നെ കുരിശിൽ തറച്ചവരോട് ഈശോ പറയുന്ന ഒരേ ഒരു വാക്കുണ്ട്. അത് ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തിരുമൊഴികളാണ്. പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈശോ കുരിശിൽ കടന്നപ്പോൾ അതികഠോരമായ വേദനകൾ ഈശോ അനുഭവിച്ചപ്പോൾ തന്നെ ആ കുരിശോളം എത്തിച്ച ചില വ്യക്തികളെ പറ്റി ഈശോ ഓർക്കുകയാണ്. ആരോടും പരാതി പറയാതെ, ആരെയും ശപിക്കാതെ, തന്നെ വേദനിപ്പിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോടും കുരിശിൽ 3 ആണികളാൽ തന്നെ തറച്ചവരോടുമെല്ലാം ഈശോ പറഞ്ഞ ഒരേ ഒരു കാര്യമുണ്ട്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈശോ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്.
ഗെത്സമേൻ തോട്ടത്തിൽ തന്നോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുപോയവര് നിർവികാരരായിട്ട് കിടന്നുറങ്ങിയപ്പോൾ ഈശോയുടെ മനസ്സ് വേദനിക്കുകയാണ്. ഒരു പരാതിയുമില്ലാതെ അവർക്ക് വേണ്ടിയും ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ വേദനകളിൽ ഒപ്പം കാണുമെന്ന് നമ്മൾ കരുതിയവർ, നമ്മുടെ വേദന പങ്കിടുമെന്ന് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർത്തവരിൽ ചിലർ നിർവികാരരായിട്ട് നമ്മുടെ വേദനകളെ നോക്കി നിന്നപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ വേദനകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഈശോയെ പോലെ ഈ നിമിഷങ്ങളിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. കുരിശിൽ കടന്നപ്പോൾ മറ്റൊരു സ്വരം, അത് യൂദാസിൻ്റെ വാക്കുകളാണ്, ഈശോയുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുകയാണ്. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ്, നിങ്ങൾ അവനെ പിടിച്ചുകൊള്ളുക എന്ന്. 3 വർഷക്കാലം യൂദാസ് ഈശോയെ അറിഞ്ഞവനാണ്. ഈശോയുടെ ജീവിതത്തിൽ ഒന്നിച്ച് നടന്ന് അവൻ നടത്തിയ ഓരോ ആത്മീയ ശുശ്രൂഷകളിലും പങ്കെടുത്തവനാണ്. ഈശോയുടെ സാമ്പത്തികമായ പല കാര്യങ്ങളും നടത്തിക്കൊടുത്തവനാണ്. അവൻ ഒറ്റിക്കൊടുത്തപ്പോൾ എത്ര വലിയ വേദനയായിരിക്കാം ഈശോയുടെ മനസ്സിലും ഹൃദയത്തിലും ജീവിതത്തിലുമൊക്കെ ഉണ്ടായത്. യൂദാസിനെ പറ്റി ചിന്തിച്ചപ്പോൾ യാതൊരു പരാതിയുമില്ലാതെ ഈശോ പ്രാർത്ഥിച്ചു പോകുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപക്ഷെ കൂടെ നടന്നവർ, വ്യക്തിപരമായിട്ട് നമ്മളെ അറിഞ്ഞവർ, സ്നേഹിതരെന്ന് നാം കരുതിയവർ, അവരുടെയൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്കായിട്ട് യൂദാസിനെ പോലെ 30 വെള്ളിക്കാശിനു വേണ്ടി നാം ഒറ്റിക്കൊടുക്കപ്പെട്ടപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ വേദന കടന്നു വന്നിട്ടുണ്ടാവാം. ആരോടും പരാതി പറയാതെ, ആരെയും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താതെ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈശോയെ പോലെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. കുരിശിൽ അതികഠോരമായ വേദനകൾ ഈശോ സഹിക്കുമ്പോൾ മറ്റു ചില മുഖങ്ങൾ കൂടി ഈശോ ഓർത്തു പോകുകയാണ്. ശിഷ്യന്മാരെല്ലാം വേദന കടന്നു വന്നപ്പോൾ, പീഡനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഈശോയെ വിട്ടോടിപ്പോയി. ഒപ്പം നടക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ, തൻ്റെ രക്ഷാകര കർമ്മം തനിക്ക് ശേഷം ഈ ലോകത്തിൻ്റെ നാനാ കോർണറുകളിലും പോയി പ്രസംഗിക്കേണ്ടവർ, അഭിഷിക്തരായിട്ട് കൂടെ ചേർത്തവർ ഓടിപ്പോയപ്പോൾ അവരെ നോക്കി യാതൊരു പരാതിയുമില്ലാതെ ഈശോ പ്രാർത്ഥിച്ചു പോകുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമ്മുടെ സ്നേഹിതരായിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മോടൊപ്പം ചേർന്നവർ, നമ്മുടെ സ്നേഹവും കരുതലും കാവലുമെല്ലാം അനുഭവിച്ചവർ, നമ്മുടെ ജീവിതത്തിലേക്ക് വേദനകളും നഷ്ടങ്ങളും ഒറ്റപ്പെടുത്തലുകളുമെല്ലാം കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിലെ ഏതൊക്കെയോ വഴിയോരങ്ങളിൽ നമ്മളെ ഉപേക്ഷിച്ചു പോയ ചിലരുണ്ടാവാം. നമ്മളൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് കാതുകളിൽ മന്ത്രിച്ചവർ, എന്നാൽ ജീവിതത്തിൽ വേദനകളും കുരിശുകളും ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ വഴിയോരങ്ങളിൽ നമ്മെ ഉപേക്ഷിച്ചു പോയവർ ചിലപ്പോൾ
നമുക്ക് വേദനകൾ തന്നിട്ടുണ്ടാവാം. പ്രിയമുള്ളവരെ, കുരിശിൽ കിടന്ന് കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ഈ നിമിഷങ്ങളിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പീലാത്തോസിനെയും ഈശോ കുരിശിൽ കിടന്നപ്പോൾ ഓർത്തു പോവുകയാണ്. താൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും വെറുമൊരു കൈ കഴുകുന്ന ലാഘവത്തോടെ തന്നെ ക്രൂശിക്കുവാനായിട്ട് വിട്ടുകൊടുത്ത പീലാത്തോസ് എന്ന ഭരണാധികാരി, അവനെ നോക്കി ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവൻ ചെയ്യുന്നത് എന്തെന്ന് ഇവൻ അറിയുന്നില്ല, ഇവനോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മളിൽ ചിലർക്കെങ്കിലും ചില അധികാരികളിൽ നിന്നും മറ്റുള്ളവരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി സ്വന്തം അധികാര സീമകളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി പീഡനങ്ങളും കുരിശുകളുമൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം. പീലാത്തോസിനെ നോക്കി ഈശോ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. തന്നെ പരിഹസിച്ചവരെ, തന്നെ മുഖംമൂടി അണിഞ്ഞ് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ചവരെ, മുഖത്ത് തുപ്പിയവരെ ഓർത്ത് ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. കേരളത്തിലെ എത്രയോ ക്യാമ്പസുകളിൽ മനസാക്ഷിയുള്ളവർക്ക് വിവരിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ മൃഗീയമായിട്ട് റാങ്കിങ് എന്നതിൻ്റെ പേരിൽ എത്രയോ പേരാണ് പീഡിപ്പിക്കപ്പെട്ടത്, എത്രയോ പേരെയാണ് കൊന്നുകളഞ്ഞത്, എത്രയോ പേരാണ് വേദനകൾ അനുഭവിച്ചത്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ക്ഷമയാണ് കുരിശിൽ നിന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ക്ഷമ, പ്രിയമുള്ളവരെ, ഒഴുകേണ്ടത് അർഹതയില്ലാത്തിടത്തേക്കാണ്. അർഹിക്കാത്ത വ്യക്തികൾക്കാണ് ദൈവം ക്ഷമ നൽകുന്നത്. കുമ്പസാരം എന്ന കൂദാശയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ അർഹിക്കാത്ത ദൈവസ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് അനുഭവവേദ്യമായി തീരുകയാണ്. വേദനകളിൽ പങ്കുചേരാത്ത സ്ലീഹന്മാരോട് ഈശോ ക്ഷമിച്ചു. ഒറ്റിക്കൊടുത്ത യൂദാസിനോട്, തുപ്പിയും ചമ്മട്ടി കൊണ്ടും അടിച്ചവരോട്, പരിഹസിച്ചവരോട്, നിരപരാധിയായിട്ടും ക്രൂശിക്കുവാൻ വിട്ടുകൊടുത്ത പീലാത്തോസിനോട് ഒക്കെ ഈശോ ക്ഷമിച്ച ഒരു ചരിത്രമാണ് കുരിശിൽ നാം കാണുക. അവർക്ക് വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത്. ഈ തിരുമണിക്കൂറിൽ നമ്മെ പരിഹസിച്ചവരോട്, നമ്മെ കുരിശിൽ തറച്ചവരോട്, നമ്മളെ വേദനയുടെ ലോകത്തിലേക്ക് തള്ളിവിട്ടവരോട് ക്ഷമിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. കർത്താവിൻ്റെ ഈ പീഡാനുഭവങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്നേഹത്തിനു വേണ്ടി നമ്മൾ യാചിച്ച് പ്രാർത്ഥിച്ച ഈ നിമിഷങ്ങളിൽ കർത്താവ് നമ്മെ തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം കൊണ്ട് നമ്മളെല്ലാവരെയും വിശുദ്ധീകരിച്ചു. നമ്മളെല്ലാവരെയും രക്ഷയുടെ ആ വലിയ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ചെയ്തത്. ഓൺലൈനിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമാർ ആകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സംരക്ഷിക്കട്ടെ എന്ന് കർത്താവിന് നമ്മയും നമ്മായിരിക്കുന്ന അവസ്ഥയെയും സമർപ്പിച്ചുകൊണ്ട് ഈ സമാപന ആശീർവാദം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.